ഇങ്ങനെ തന്നെയാ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ ആഗ്രഹിച്ചത്. പക്ഷെ സന്ദർഭവും സാഹചര്യവും ഒക്കെ മാറിപ്പോയി. ഇനി താമസമില്ലല്ലോ, പോവല്ലേ? രണ്ടനുജത്തിമാരെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവാ. നല്ലപോലെ നോക്കണം കേട്ടോ. അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. നമ്മളെല്ലാ ഇടയ്ക്ക് മറന്നു പോകുന്നൊരു സംഗതിയുണ്ട്. അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ്. കാര്യത്തില് ഞാനൊന്നും പറയുന്നില്ല. നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ, അത് മറക്കരുത്. ചേച്ചി പോട്ടേടാ മോനെ. ഞാൻ വരും, എല്ലാരെയും കാണാൻ വരും. ഫോൺ വിളിക്കുമ്പോ എടുക്കണം കേട്ടോ. പോട്ടേടാ. എന്താ, യാത്ര പറയാനാണോ? വേണ്ട. എന്റെ അടുത്തൊന്നും പറയണ്ട, അങ്ങ് പോയാ മതി. യാത്ര പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോണ്ടേ? അതല്ലേ നമുക്കൊരാശ്വാസം. സാരല്ല, ബബിതേച്ചി അങ്ങനെയാ, ഒരു പ്രത്യേക ടൈപ്പാ. ഞാൻ പൊയ്ക്കോട്ടെ മോളെ. നിന്നോട് ഞാൻ ഒന്നും പറയണ്ടല്ലോ, നിനക്കെല്ലാം അറിയാലോ. അമ്മ അച്ഛൻ്റെ അടുത്ത് ചൂടായിക്കൊണ്ട് ചെന്ന നീ വേണം തണുപ്പിക്കാൻ. അച്ഛനും അറിയാലോ എല്ലാം അറിയുന്നവളാണ് നീ എന്ന്. നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നീ എന്നെ വിളിച്ച് പറയണം. നമ്മള് തമ്മിലുള്ള ബന്ധമൊന്നും ആർക്കും തകർക്കാനോ മായ്ച്ചു കളയാനോ പറ്റില്ല മോളെ. ആ ഓർമ്മ മനസ്സിലിരുന്നാ മതി. എവിടേക്ക് പോയാലും എനിക്കും അറിയാലോ ഞാൻ ഈ വീട്ടിലാണെന്ന്.
നമ്മളെല്ലാം സ്വന്തമാണെന്ന്. ചേച്ചി ഒന്നും പറയണ്ട, പൊയ്ക്കോ. ഇനി നിന്ന് എനിക്ക് കരച്ചിൽ വരും. പോകാം. ഇറങ്ങൂല്ലേ? ബാബി, ഞാൻ വിളിച്ചോണ്ട് വരാം. ബബിതേച്ചി, ദേ അലീന ചേച്ചി പോണു. ഇങ്ങോട്ട് വാ. എനിക്ക് കാണണ്ട. എല്ലാവരും യാത്ര പറഞ്ഞു. ബബിതേച്ചി എന്താ ഇങ്ങോട്ട് കേറി പോന്നെ? എന്നോട് ആരും യാത്ര പറയണത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എനിക്കിഷ്ടല്ല. എന്ത് സ്വഭാവ ബബിതേച്ചി? അവളെ നോക്കണ്ട, അവളിനി വരത്തില്ലെന്ന് തോന്നുന്നു. അവളെ കൊണ്ട് പറ്റത്തില്ല. കുറച്ച് അധികം യാത്രയുണ്ട്. ഇനിയൊന്നുമില്ലെങ്കിൽ പോയേക്കാം. വന്നില്ലല്ലേ? സാരമില്ല, വാ കേറും. നീ മറയുവതെന്തേ ഈ മിഴികൾ നോവിൽ നനയേ ഈ നമ്മൾ പിരിയേ ഈ നെഞ്ചിൽ മുറിവിൻ ആഴങ്ങൾ നീറുന്നു മിഴിയും മൊഴിയും നോവാലേ പിടയും ഹൃദയം നോവാലേ മനമോ നിറയുന്നു നോവാലേ നെഞ്ചം നീറുന്നു കൺകൾ നിറയുന്നു പിരിയാൻ വയ്യെങ്കിലും വിധിയതു മാറ്റുന്നു നെഞ്ചം നീറുന്നു കൺകൾ നിറയുന്നു പിരിയാൻ വയ്യെങ്കിലും വിധിയതു മാറ്റുന്നു
ബബിതേച്ചി, ചേച്ചി പോയി. ബബിതേച്ചി കരയാണോ? ആര് കരഞ്ഞു? കണ്ണൊക്കെ നനഞ്ഞിരിക്കുവാന്നല്ലോ. ഓടി ഇവിടുന്ന് പോവാൻ നിന്നോടല്ലേ പറഞ്ഞത്. എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? മോളെ, നിനക്ക് പോകാനൊട്ടും മനസ്സിലായിരുന്നെങ്കിൽ പിന്നെന്തിനാ പോകാൻ തീരുമാനിച്ചത്? ഒന്നുമില്ല അച്ഛാ. നീ തന്നെയാണ് പോകണമെന്ന് തീരുമാനിച്ചത്. നിനക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് അല്ലേ? ഇങ്ങനെ മനസ്സ് വിഷമിച്ച് യാതൊരു താല്പര്യവും സന്തോഷവും ഇല്ലാത്തൊരു യാത്ര ഇതാർക്ക് വേണ്ടിയാ? എനിക്കോ വൈജയന്തിക്കോ കടപ്പാട്ടൂർ നെടുമ്പരയ്ക്കൽ കുടുംബത്തിന്റെയോ നല്ലതിന് വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് പറയണ്ട. നീ ഇവിടുന്ന് മാറുന്നതുകൊണ്ട് ആർക്കെന്ത് ലാഭ? വൈജയന്തിക്ക് മാത്രം ഒരു താൽക്കാലിക വിജയം കിടക്കും അവളുടെ കണക്ക് പുസ്തകത്തിൽ. അത് കഴിഞ്ഞാലോ? അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാ. എനിക്കൊട്ടും മനസ്സിലായിരുന്നു അവിടെ വിട്ടു പോരാൻ. എന്റെ അച്ഛൻ്റെ അടുത്തുനിന്ന്, എന്റെ അമ്മയുടെ അടുത്തുനിന്ന്, എന്റെ കൂടെപ്പിറപ്പുകളുടെ അടുത്തുനിന്ന്, എന്റെ വീട്ടിൽ നിന്ന്. എന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടുന്ന് പോരാൻ കാരണം ആരുടെയും താൽക്കാലിക വിജയത്തിന് വേണ്ടിയല്ലെന്ന് എന്റെ അച്ഛൻ അറിയാതെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് ഒരുമിച്ച് സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാം വീട്ടിലെ ഒരാളായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് എന്തൊരു കൊതിയുണ്ടെന്ന് അറിയോ? സാരമില്ലല്ലേ? അമ്മയെ മാത്രം കാണാമെന്ന് എനിക്ക് എന്തൊക്കെ കിട്ടി.
മോളാന്ന് അച്ഛൻ ഓരോരുത്തരിടത്തും പറയുന്ന കേൾക്കുമ്പോ ഉണ്ടല്ലോ, നോക്കി എന്നാ സന്തോഷാണെന്നറിയോ. ഈ ചിരി കണ്ടിട്ടാണോടി നീ എന്റെ മാനസപുത്രിയാന്ന് ബബിത പറയുന്നത്? അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കണേ. അച്ഛൻ സന്തോഷത്തോടെ ഇരുന്നാലേ എല്ലാം ശരിയാവത്തുള്ളൂ. അപ്പോ ഗംഗേട്ടൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? വൈജി തിരിച്ചു പോകുന്നവരെ നിൽക്കാനാണോ? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അലീന പോയെന്ന് ഉറപ്പ് വരുത്തിയാലേ വൈജി ഇവിടുന്ന് പോകത്തുള്ളൂ. ഇനി ഇവിടുന്ന് പോയാലും അവിടെ ചെന്ന് ഫർദർ ഇഷ്യൂ ഉണ്ടാക്കാതിരിക്കാനും പറയണ്ടേ? എൻ്റെ ഒരു അനുഭവം വെച്ച് മുന്നോട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കുടുംബ പ്രശ്നം നമുക്ക് തീർക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോഴാ പിന്നെ ഞാനുള്ള കാര്യം പറയാലോ ഗംഗേട്ടാ. വൈജയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് എളുപ്പം ബാലേന്ദ്രന്റെ വായിലിരിക്കുന്നതേ ഒരു ചെവി കൂടെ ഇടയ്ക്കിടയ്ക്ക് പോയി കേൾക്കുന്നതായിരിക്കും. അതാണ് നടക്കാനും സാധ്യത. അതിനിപ്പോ ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പോ നീ ഇനി തിരിച്ചു പോണില്ലേ? എന്റെ പോക്കൊക്കെ കണക്കാ. വൈജയുടെ കാര്യം മാത്രമല്ലല്ലോ, എന്റെ ഹരിയുടെ ജാമ്യം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ? അതും കൂടി കഴിഞ്ഞാലേ എന്റെ പോക്ക് കാണത്തുള്ളൂ. അതും അപ്പൊ ജോലി അവിടെ ഉണ്ടെങ്കിൽ ഗംഗേട്ടന് പിന്നെ ജോലി പോകുന്നൊരു പേടി വേണ്ടല്ലോ. ജോലി പോകുന്നൊരു പേടിയില്ലേലും ഭാര്യ പോകുന്നൊരു പേടിയുണ്ട്. മാലതി ഇപ്പോ വേറെ കാര്യങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഞാൻ രാജീവിനെ വിളിക്കാം. അല്ലെങ്കിൽ പിന്നെ മനു ഉണ്ട്. അവൻ ബാലനെ ഒരു നയത്തിലും മയത്തിലും ഒക്കെ അങ്ങ് കൈകാര്യം ചെയ്തോളൂ. അറിഞ്ഞോ നിങ്ങള്? എന്തറിഞ്ഞോന്ന്? അവള് പോയി, അലീന. അങ്ങനെ അവസാനം അവളുടെ ശല്യം തീർന്നു. ആര് പറഞ്ഞു പോയെന്ന്? ബബിയെ രഞ്ജു വിളിച്ചിട്ടുണ്ടായിരുന്നു. രഞ്ജു ഇപ്പൊ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു വച്ചതേ ഉള്ളൂ. എങ്ങോട്ട് പോയെന്ന് പറഞ്ഞോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല. ബാലേന്ദ്രൻ അവളെ എവിടെയോ കൊണ്ടുപോയിട്ടുണ്ട്. പോയെന്നറിഞ്ഞപ്പോ തന്നെ എനിക്കങ്ങ് സന്തോഷം കൊണ്ട് പിന്നെ ഒന്നും ചോദിക്കാൻ വന്നില്ല. അതിന് നീ ഇത്ര സന്തോഷിക്കുന്ന എന്തിനാ? അലീന പോയാ അതുകൊണ്ട് നിനക്കെന്താ മെച്ചം? എന്റെ സന്തോഷം എന്നതാണെന്നേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മനുഷ്യ. നമ്മുടെ കുടുംബത്തും വൈജയുടെ കുടുംബത്തും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതേ ആര് കാരണമാ? ഇവിടെ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലേ അതിന് കാരണം ഇവിടെയുള്ളവരുടെ സ്വഭാവ ഗുണം കൊണ്ടും അവിടെയുള്ളവരുടെ സ്വഭാവ ഗുണം കൊണ്ടും ആയിരിക്കും. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞ ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല എന്ന്. എന്റെ മോനെ കണ്ണും കലാശവും കാണിച്ച് മയക്കിയെടുത്തതും എന്റെ ഹരി ജയിലിൽ കിടക്കുന്നതും അവൾ ഒറ്റ ഒരുത്തി കാരണോ? എന്താ കമലേ, വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കിയിട്ട് എന്താ കാര്യം? ഹരി ജയിലിൽ പോയത് അവന്റെ സ്വഭാവവും പ്രവൃത്തിയും അത്രയും ഗുരുതരമായ തെറ്റ് ചെയ്തുകൊണ്ടാ. ചുമ്മാ ബ്ലെയിം ചെയ്തിട്ട് എന്ത് കാര്യം? നമ്മുടെ തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ നോക്കിയില്ലെങ്കിൽ അത് വീണ്ടും നമ്മളെ കുഴിയിൽ ചാടിക്കത്തേ ഉള്ളൂ. ഇനി ഈ കുടുംബത്തിലോ നെടുമ്പുരക്കലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് നിങ്ങൾ നോക്കിക്കോ. അവളുടെ നിഴലി കോട്ടയം ജില്ല വിടുന്നതോടെ നല്ലത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അത് ശരിയാ. ഇനി ആര് ബിസിനസ് തുടങ്ങിയാലും അവർക്ക് വെച്ചടി കയറ്റമായിരിക്കും. നിങ്ങൾ എന്നെ പുച്ഛിച്ചോ മനുഷ്യ? ഇതൊക്കെ കണ്ടും മനസ്സിലാവുമ്പോഴേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. അതും ശരിയാ. ഞാനും ഗംഗേട്ടനും ഇനി എന്തൊക്കെ പഠിക്കാൻ കിടക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഓർമ്മ വെച്ചോളാം. ഓർമ്മയെ വെച്ചോ, ഞാൻ എന്നതായാലും ഇതൊന്ന് ആഘോഷിക്കും. നീ എന്ത് വേണമെങ്കിലും പോയി കാണിച്ചോ. ഇത് എന്തൊരു ജന്മമാണപ്പാ.
നീ എന്തിനാ കമല പറയുന്നതിനനുസരിച്ച് ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നേ? വെറുതെ പ്രശ്നമാവത്തല്ലേ ഉള്ളൂ. അവള് പറയുന്നതിന് ഞാൻ മിണ്ടാതെ ഏറാമൂളിയായിരുന്നു കൊണ്ടാ ഹരി ഇങ്ങനെയായി പോയത്. കൈ തീർത്ത് ഒരെണ്ണം കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. അത് കഴിഞ്ഞ അതിൻ്റെയും കൂടി ഞാൻ സഹിക്കണ്ടേ? ഇതാവുമ്പോ പറയുന്നുകൊണ്ട് നമുക്കെങ്കിലും ഒരു മനസ്സുഖമുണ്ട്. ഇനിയിപ്പോ വൈജയുടെ കാര്യം എങ്ങനെ? അവളെ അങ്ങോട്ട് വിടണ്ടേ? അതിനിപ്പോ അവളോട് ആദ്യം സംസാരിക്കണം. എന്താണ് അവളുടെ പ്ലാൻ എന്നറിയാലോ. ബാലചന്ദ്രനും നിന്റെ പിള്ളേരും അത്ര സന്തോഷത്തോടെ അല്ല അവളെ വിട്ടേക്കുന്നത്. ചിരിച്ചോണ്ട് അവള് കേറി വന്ന 2 കൈ നീട്ടി സ്വീകരിക്കും നിന്റെ കെട്ടിയോനും മക്കളും. ഇനി അവൾ ആ വീട്ടില് കാലുകുത്തില്ല. ഇത് വൈജയന്തിയുടെ വാക്ക്. അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ ഒരു ദിവസമെങ്കിലും പറ്റിയിട്ടുണ്ടോ ആ പാവത്തിന്? അമ്മ ഇവിടെ നിന്ന് പോയിട്ടും ഒരു അവസരമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ചുമ്മാതെ അങ്ങ് പറഞ്ഞാ മതി.